ഇസ്രയേലും അമേരിക്കയും തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് അമേരിക്കയുമായി ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇറാൻ തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കി. എന്നാൽ ഈ ചർച്ചകൾ കർശനമായ വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കുമെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങൾ, ചരിത്രപരമായ പശ്ചാത്തലം, നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ, ഭാവി സാധ്യതകൾ എന്നിവയെക്കുറിച്ച് അറിയേണ്ടിയിരിക്കുന്നു. ഈ വർഷം ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുനരുജ്ജീവിപ്പിച്ച സംഭാഷണ ശ്രമങ്ങൾ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങളെ തുടർന്ന് പൂർണ്ണമായും തകർന്നു. ജൂൺ 15-ന് ഒമാനിൽ നടക്കാനിരുന്ന 6ാം റൗണ്ട് പരോക്ഷ ചർച്ചകൾ ഇസ്രയേൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിലും മുതിർന്ന സൈനിക വ്യക്തികളിലും വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. ഈ ആക്രമണം ഇറാനെ പ്രകോപിപ്പിക്കുകയും നയതന്ത്രപരമായ നീക്കങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. ജൂൺ 22-ന് അമേരിക്ക ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങൾക്കെതിരെ കനത്ത ബോംബറുകൾ വിന്യസിച്ചതോടെ ശത്രുത കൂടുതൽ വർദ്ധിച്ചു. പിന്നീട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്ന് ട്രംപ് അവകാശപ്പെട്ടെങ്കിലും ഈ വാദത്തെ നിരവധി മാധ്യമ റിപ്പോർട്ടുകളും ഇറാനും ശക്തമായി തള്ളിക്കളഞ്ഞു.